Hello KTC members, here is your tip of the day. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രൈറ്റ്ലൈനർ ട്രക്കിലുള്ള ഇലക്ട്രിക് APU യൂണിറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിന് ഫ്രൈറ്റ്ലൈനർ ട്രക്കിലുള്ള ഈ ഇലക്ട്രിക് APU യൂണിറ്റിന് പാർക്ക് സ്മാർട്ട് എന്ന് പറയും. അതുപോലെ തന്നെ അതുകൂടാതെ ഇത് HVAC എന്നും പറയും, ഹീറ്റ് വെന്റിലേറ്റഡ് എയർ കണ്ടീഷൻ സിസ്റ്റം, HVAC എന്നും പറയും. ഇത് നല്ല വിലയുള്ള ഒരു യൂണിറ്റാണ്. ഇത് വളരെ നല്ല ഒരു യൂണിറ്റാണ്. ഇത് നമുക്ക് ട്രക്ക് ഐഡിലിൽ നിർത്താതെ തന്നെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് തണുപ്പ് കാലത്ത് ഹീറ്റർ ഓൺ ചെയ്തും ചൂട് കാലത്ത് എയർ കണ്ടീഷൻ ഓൺ ചെയ്തും കിടന്നുറങ്ങാൻ സാധിക്കും. ട്രക്ക് ഐഡിലിൽ നിർത്തുന്നത് ട്രക്കിൻ്റെ ATS യൂണിറ്റിന് നല്ലതല്ല. സൂട്ട് ലെവലിൽ ഹൈ ആയതിനു ശേഷം ചെക്ക് എൻജിൻ ലൈറ്റുകളൊക്കെ അപ്പിയർ ആകാനുള്ള സാധ്യതയുണ്ട്. ഈ യൂണിറ്റ് ഇത് ഒരു സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ യൂണിറ്റ് ആണ് ഇതിലുള്ള എയർ കണ്ടീഷന് വേണ്ടിയിട്ടുള്ളത്. ഇതിനുള്ള എയർ കണ്ടീഷൻ യൂണിറ്റ് ഈ ഒരു പോർഷന് ഉള്ളിൽ അകത്തായിട്ട് കൺസീൽഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവോപ്പറേറ്ററും കംപ്രസറും യൂണിറ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എയർ കണ്ടീഷന് വേണ്ടി അത് 100% ബാറ്ററി പവറിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇതിന് ഹീറ്റർ ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യുമ്പോഴേക്ക് ഹീറ്റിംഗ് യൂണിറ്റ് എസ്പാർ ഹീറ്റർ ഈ കാണുന്ന ബെഡിൻ്റെയും അടിയിലുള്ള ഒരു പോർഷനിൽ ഏറ്റവും അടിയിലാണ് ആ എസ്പാർ ഹീറ്റർ സിസ്റ്റം വെച്ചിരിക്കുന്നത്. നമ്മൾ ഹീറ്ററാണ് ഓൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാറ്ററി APU തന്നെയാണ് ഈ വെന്റിലേറ്ററിൽ കൂടി ഈ ബ്ലോവർ എല്ലാം സെയിം ആണ്. എയർ കണ്ടീഷനും ഹീറ്ററിനും ഒക്കെ നമ്മൾ AC ഓൺ ചെയ്യുമ്പോഴും ഹീറ്റർ ഓൺ ചെയ്യുമ്പോഴും എല്ലാം വർക്ക് ചെയ്യുന്ന ബ്ലോവറും ഈ വെൻ്റ് എല്ലാം സെയിം തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ എയർ കണ്ടീഷൻ്റെ കണ്ടൻസർ യൂണിറ്റ് ഈ ട്രക്കിൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് എയർ കണ്ടീഷൻ്റെ കണ്ടൻസർ യൂണിറ്റ്. അകത്തുള്ളത് ഇവോപ്പറേറ്ററും കംപ്രസറുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പറയുന്ന ഹീറ്റർ ഉള്ളത്. ഞാൻ ഇനി എങ്ങനെയാണ് ഇത് ടേൺ ഓൺ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് ഇങ്ങനെ കീ നമ്മൾ ഓൺ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഈ സ്റ്റിയറിങ്ങിലുള്ള ഈ വിൻഡോയുടെ മാർക്കുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ മെനു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ബ്ലൂ കളറിൽ അവിടെ ഇപ്പം ലൈറ്റ് കൂടുതലായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഓപ്റ്റിമൈസ് ഐഡിൽ എന്ന് രണ്ടാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴേക്കും ഓപ്റ്റിമൈസ് ഐഡിൽ എന്ന് പറഞ്ഞു വരും. ഈ മെനു ബട്ടണിൽ രണ്ടാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഓപ്റ്റിമൈസ് ഐഡിൽ എന്ന് വരും. ഈ ഓപ്റ്റിമൈസ് ഐഡിൽ വന്ന് കഴിയുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിന് OK ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേക്ക് താഴെ മെനുവിൽ ഇൻറ്റീരിയർ കംഫർട്ട് ഓഫ് എന്ന് പറഞ്ഞു വന്നു. നമുക്ക് ഈ ആരോയിൽ പ്രസ് ചെയ്ത് ഇൻറ്റീരിയർ കംഫർട്ട് ഓണിലും വെച്ച് ഈ സിസ്റ്റം ഓൺ ചെയ്യാൻ പറ്റും, ഓഫിലും വെച്ച് ഓൺ ചെയ്യാൻ പറ്റും. ഓഫിലാണ് ഓൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ OK ബട്ടൺ ഇൻറ്റീരിയർ കംഫർട്ട് ഓഫിൽ ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻഡ് ബൈ മോഡ് എൻജിൻ മേ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞു വന്നു. ഈ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ഇത് AC-യുടെ സൈഡിനാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫാൻ സ്പീഡ് ഒന്ന് ആക്കിയിട്ടുണ്ട്. ഈ AC ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങി. നമ്മൾ നേരെ പുറകിൽ വന്ന് ഈ ഫാൻ സ്പീഡ് ഒന്ന് ആക്കുക. എന്നിട്ട് ഈ AC-യുടെ ഈ ബട്ടൺ പ്രസ് ചെയ്യുക, ഈ പാർക്ക് എന്ന് എഴുതിയേക്കുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴേക്ക് ഇത് വർക്ക് ചെയ്ത് തുടങ്ങി. ഇവിടെ ഈ വെന്റിൽ നിന്ന് നല്ല രീതിയിൽ തണുത്ത കാറ്റ് വന്നു തുടങ്ങി. മെയിനായിട്ട് ഈ പോർഷനിലാണ് കാറ്റ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം കേൾക്കാം. വളരെ നല്ലൊരു എയർ കണ്ടീഷനാണ് ഈ വർക്ക് ചെയ്യുന്നത്. വളരെ നല്ലൊരു എയർ കണ്ടീഷനാണ് വർക്ക് ചെയ്യുന്നത്. ഈ എല്ലാ വെന്റിലും നല്ലതുപോലെ തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂട് സമയമാണ്, എല്ലാവർക്കും നിർത്തി കിടന്ന് ഉറങ്ങാനായിട്ട് ഉള്ള സമയത്ത് ഇത് ഉപയോഗിക്കുക. കഴിയുന്നതും ട്രക്ക് ഐഡിലിൽ നിർത്താതിരിക്കുക. അതല്ല നിങ്ങൾ ചൂട് സമയത്ത് തണുപ്പ് സമയത്താണെങ്കിൽ ഇതിനെ തെർമോസ്റ്റാറ്റിനെ ടേൺ ചെയ്ത് റെഡിൻ്റെ പോർഷനിലേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഫാൻ ഓൺ ചെയ്യുക. ഇതേ സെയിം വെന്റിൽ കൂടെ തന്നെ. അപ്പോൾ ഹീറ്ററിൻ്റെ ചൂട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴാണോ ഈ ബാറ്ററിക്ക് പവർ ആവശ്യം വരുന്നത് ആ സമയത്ത് ഈ ട്രക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാകുകയും
ബാറ്ററിക്ക് പവർ കൊടുത്തതിന് ശേഷം ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. ഇത് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളർ ഒരു എഞ്ചിൻ്റെ സൈൻ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ കീ ഓൺ പൊസിഷനിൽ തന്നെ വയ്ക്കുക. ഇനിയിപ്പോൾ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സെയിം വേയിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഓഫ് ചെയ്യാനായിട്ട് ഈ AC അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഈ പറയുന്ന എയർ കണ്ടീഷൻ പുറകിലും മുന്നിലുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രാജുവലി ആ കാറ്റ് വരുന്നത് അങ്ങ് നിൽക്കും. ഇതാ ഓഫായിട്ടുണ്ട്. ഇപ്പോൾ ഈ എയർ കണ്ടീഷൻ ഓഫായി. ഇതൊരു വളരെ നല്ല സിസ്റ്റമാണ്. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി എല്ലാവരും ഇത് ഉപയോഗിക്കുക. അല്ലാതെ ഇത് ട്രക്കിൽ ഉണ്ടായിരുന്നിട്ടും ഇത് ഉപയോഗിക്കാതെ ട്രക്ക് ഐഡിൽ നിർത്താതിരിക്കുക. അത് ട്രക്കിന് നല്ലതല്ല. ഓക്കെ, താങ്ക് യു.